ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാവുകയാണ്. കൊലയാളികൾക്ക് ലഭിക്കുന്ന വഴിവിട്ട ആനുകൂല്യങ്ങളെയും പരോൾ വിളമ്പുന്ന സർക്കാർ നയത്തെയും അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി വിമർശിച്ചത്. എന്നാൽ ഇത് ഹൈക്കോടതിയുടെ വിമർശനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഒന്നാം പ്രതിക്ക് പരോൾ ലഭിച്ചിരിക്കുകയാണ്. ഒന്നാം പ്രതി MC അനൂപിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പരോൾ അനുവദിച്ചിരിക്കുന്നത്. 20 ദിവസത്തേക്കാണ് പരോള്. നേരത്തെ പ്രതികളായ രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവർക്ക് പരോൾ ലഭിച്ചിരുന്നു. ശനിയാഴ്ചയാണ് പരോൾ അനുവദിച്ചത്. ചട്ടപ്രകാരമുള്ള പരോളാണ് അനുവദിച്ചത് എന്നാണ് ജയിൽ അധികൃതരുടെ വാദം. നേരത്തെ രജീഷ് അടക്കമുള്ളവർക്ക് പരോൾ അനുവദിച്ചത് ചട്ടപ്രകാരമല്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. ടി.പി. വധക്കേസ് പ്രതികൾക്ക് അനുവദിച്ച പരോളിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ്. ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്നും 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷയിൽ കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി ചോദിച്ചത്. ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷ ഹൈക്കോടതി നിരസിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നു എന്ന് ചോദിച്ച കോടതി ഇക്കാര്യം പരിശോധിക്കപ്പെടണമെന്നും പറഞ്ഞിരുന്നു. ഈ കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന കോടതിയുടെ ചോദ്യം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയായിരുന്നു. തന്റെ ഭർത്താവിന്റെ നീതിക്കായി ഇന്നും ഒറ്റയാൾ പോരാട്ടം തുടരുന്ന കെ രമയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ അന്ന് വന്നത്. ജയിൽ സംവിധാനങ്ങളിൽ പ്രതികൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയാലുടൻ ജയിൽ സൂപ്പർവൈസർമാർക്ക് പരോൾ അനുവദിക്കുന്ന സാഹചര്യം നിലവിലുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ചാണോ ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്ന സംശയം കോടതി പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിരുന്നു. കൊലയാളികൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കി സുപ്രീം കോടതിയിൽ വക്കീലന്മാരെ വെക്കുന്ന സർക്കാർ ഇരയുടെ പക്ഷത്താണോ അതോ വേട്ടക്കാരന്റെ പക്ഷത്താണോ എന്ന ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ ഉയർത്തിയിരുന്നു. ഹൈക്കോടതിയുടെ 20 വർഷം ഇളവില്ലാത്ത ശിക്ഷ നിലനിൽക്കുമ്പോഴും ചട്ടങ്ങൾ ലംഘിച്ച് ഇവർ പുറത്തിറങ്ങുന്നത് CPMന്റെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ വിവാദങ്ങളെല്ലാം പുകയുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഒഞ്ചിയത്തെ ആ പെൺകരുത്തിനെയാണ്. കെ രമ ഭർത്താവ് കൊല്ലപ്പെട്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും CPMന്റെ ഉരുക്കുകോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് അവർ ഇന്നും പോരാടുകയാണ്. പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും ജയിലിൽ അവർക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കെതിരെയും രമ നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു. കൊലയാളികൾക്ക് സർക്കാർ കൊടുക്കുന്ന സംരക്ഷണം അവരുടെ കടപ്പാടിന്റെ ഭാഗമാണ് എന്നാണ് രമയുടെ പരിഹാസം. DIG വിനോദ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി പ്രതികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന വിജിലൻസ് കണ്ടെത്തലും രമയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നതായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ എന്ന വിപ്ലവകാരിയെ കൊന്നുതള്ളിയവർക്ക് ജയിലറകൾ സുഖവാസ കേന്ദ്രങ്ങളാകുമ്പോൾ നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണ് തുറക്കുന്നു എന്നത് ആശ്വാസകരം തന്നെയാണ്. തന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ഏറ്റ 51 വെട്ടുകളെ ഓർമ്മയുമായിട്ട് കെ രമ നടത്തുന്ന ഈ പോരാട്ടം വെറുമൊരു നിയമയുദ്ധമല്ല, അത് അനീതിക്കെതിരായ ഒരു ജനതയുടെ പ്രതിഷേധം കൂടിയാണ്. കോടതിയുടെ പുതിയ ഇടപെടൽ ഈ കേസിലെ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ വെളിച്ചം വീശിയിരുന്നു.